ജിത്തു ജോസഫ് എപ്പോഴും ഇതൊരു സാധാരണ മൂവിയാണ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും കൊച്ചു കള്ള ഞങ്ങൾക്ക് അറിയാം എന്നുള്ള മൂഡിൽ ഇരുന്നിട്ടാണ് നിങ്ങളുടെ പ്രശ്നമാണത്. ഓക്കെ, ജോർജ് കുട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സർ. ഹലോ ഗൈസ്, സോ ദൃശ്യം 3 കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തൊരു സീരിയലാണത്, ഡ്രാമയാണത്, വലിച്ചു നീട്ടി ഭയങ്കര നാടകീയത. എടോ, ദൃശ്യം ഇസ് എ ഡ്രാമ. ഹൂ ടോൾഡ് യു ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആണെന്നൊക്കെ നിങ്ങളുടെ താര പറഞ്ഞേ. ജിത്തു ജോസഫ് എപ്പോഴും ഇതൊരു സാധാരണ മൂവിയാണ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും കൊച്ചു കള്ള ഞങ്ങൾക്ക് അറിയാം എന്നുള്ള മൂഡിൽ ഇരുന്നിട്ടാണ് നിങ്ങളുടെ പ്രശ്നമാണത്. ഓക്കെ, ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊരു ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണോ പോയത്? അല്ലല്ലോ, അത് തന്നെയാണ് ഇവിടെയും. ഇതൊരു സാധാരണ ഒരു ഫാമിലി ഡ്രാമ മൂഡിൽ തന്നെയാണ് പടം പോകുന്നത്. പിന്നെ ഓൾറെഡി ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജോർജ് കുട്ടീൻ്റെ ഇമോഷൻസിലൂടെയുള്ള ഒരു ജേർണിയാണ് ഈ ഒരു മൂവി എന്നുള്ളത്. ആൻഡ് ഹി ഡിഡ് കീപ്പ് അപ്പ് ടു ഹിസ് വേർഡ് ബിക്കോസ് ദാറ്റ്സ് വാട്ട് ദ മൂവി ഈസ് ഓൾ അബൌട്ട്. ഇതിൽ ജോർജ് കുട്ടി എന്നുള്ള ഒരു ക്യാരക്ടർ ആർക്ക് പോകുന്നൊരു പോക്കുണ്ട് എൻ്റെ മോനെ. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ഒന്ന് രണ്ടൊരു ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. അവിടെയാണ് ഞാൻ ദിസ് ഇസ് വാട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ എന്നുള്ള ആ ഒരു മൂഡിൽ ഞാൻ എത്തിയത്. ആൻഡ് ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് മൂവി കാണാൻ പോയത്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ആരും ഉണ്ടായില്ല. എനിക്ക് ആ ഹൈ കിട്ടിയതൊന്ന് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് ആഘോഷിക്കാനോ എൻ്റെ അടുത്ത് ആരും ഉണ്ടായില്ല. ഭയങ്കര സട്ടിലായിട്ട് എന്നാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം. കംപ്ലീറ്റ്ലി ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടർ എന്തൊക്കെയാണ് ആൾ സഫർ ചെയ്യുന്നത്, ആൾ കടന്നു പോകുന്ന ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളും ഒരു പ്രഷർ ഉണ്ടല്ലോ, കോൺസ്റ്റൻറ്റ് പ്രഷർ, അതെന്താണ്, ആ ഒരു ജേർണിയിലൂടെയാണ് നമ്മളെ ഈ ഒരു പെർട്ടിക്കുലർ മൂവിയിൽ ഡയറക്ടർ കൊണ്ടുപോകാൻ നോക്കുന്നത്. ആൻഡ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ റൈറ്റിങ്ങിൽ ആൾ വരുത്തിയിട്ടുള്ളൊരു ബാലൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പം ജോർജ് കുട്ടീൻ്റെ സൈഡ് മാത്രം കേൾക്കുക, അല്ലെങ്കിൽ ഗീത പ്രഭാകർ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സൈഡ് മാത്രം കേൾക്കുക, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സൈഡിലേക്ക് ഈ മൂവി ഷിഫ്റ്റ് ആവാണ്ട് ഒരു പ്രോപ്പർ ബാലൻസിൽ ഇത് പോകുന്നുണ്ട്. അതൊക്കെ റൈറ്റിങ്ങിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ക്ലീൻ മൂവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ലാലേട്ടൻ ദ പെർഫോമറിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആരുമല്ല, സോ ഐ ആം നോട്ട് ടോക്കിംഗ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ പോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ വാച്ചാണ് ഈ പെർട്ടിക്കുലർ മൂവിയും. ഭയങ്കര നാടകീയതയാണെന്നൊക്കെ ഉള്ള ഓവർ എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് ഒന്നും കേട്ടിരിക്കല്ലേ. ബിക്കോസ് ദിസ് ഈസ് ദൃശ്യം ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അല്ലാതെ പിന്നെ ലാലേട്ടനും മുരളിഗോപി സിദ്ദിഖൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെയാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്? ദിസ് ഈസ് ദൃശ്യം ബ്രോ. സോ ഇനിയും കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കെങ്കിലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. ഓക്കെ, ബൈ.